പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ അൾത്താരയിൽ നടന്ന 10,000 ആരാധനയുടെ യോഗ്യതയാൽ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രോഗികളെ, ആശുപത്രി കിടക്കുന്നവരെ, അതുപോലെ തന്നെ പല ശരീര ഭാഗങ്ങളെ ബയോപ്സിക്ക് വിട്ടിരിക്കുന്നവരെ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, അവർക്ക് അനുകൂലമായ റിസൾട്ട് കിട്ടാൻ, അതുപോലെ തന്നെ ലാബിൽ ടെസ്റ്റിന് പോയിരിക്കുന്ന രക്തവും അതിൻ്റെ കൾച്ചറിങ്ങും അതിന് അനുകൂലമായ ദൈവം പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് സമാധാനവും സന്തോഷം കിട്ടുന്ന റിസൾട്ട് വരാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഒരു രോഗികൾക്ക് ഒരു ഡോക്ടറിനെ തിരഞ്ഞെടുക്കണം, ആരെ എടുക്കണം, ഏത് ആശുപത്രി പോകണമെന്ന് കൺഫ്യൂഷനുള്ളവരെ നിങ്ങളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് അച്ഛൻ ആശീർവദിക്കുന്നു. നിങ്ങൾക്ക് കൃത്യമായ തീരുമാനം എടുക്കാൻ, നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുന്ന ആലോചിച്ച കർത്താവ് തൻ്റെ വാഗ്ദാനം പാലിച്ചുകൊണ്ട് നീ എത്തേണ്ടിടത്ത് തന്നെ എത്തിയെന്ന് നിനക്ക് മനസ്സിലാകാൻ, നിൻ്റെ സമയമോ നിൻ്റെ ധനമോ വേസ്റ്റാകാതിരിക്കുന്നതിന് അനുകൂലമായ പദ്ധതികൾ, ജീവിതത്തിന് ഒരു വരുമാന മാർഗത്തെക്കുറിച്ചാണ് എൻ്റെ ദൈവവൈദ്യരെ നീ ചിന്തിക്കുന്നതെങ്കിൽ നീ നിൻ്റെ കുടുംബം പാലിക്കാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി കർത്താവ് നിനക്ക് ഒരു വരുമാനം നൽകട്ടെ. പലരും സാക്ഷ്യം പറയുമ്പോൾ പറയുന്നുണ്ട്, മറിയം പരിശുദ്ധ അമ്മ നേരിട്ട് ഇറങ്ങി നിന്നാണ് 6 കൊല്ലം കൊണ്ട് തീരേണ്ട വീട് 6 മാസം കൊണ്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പരമ്പരയായി നടക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങളാണ്. അതെല്ലാം അവകാശമാക്കാനും ഓഹരിയാക്കാനും നിനക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരെ നയിക്കുവാമേ.
ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ കൃപയുടെ കാലഘട്ടം ആരംഭിക്കുമ്പോഴാണ് ബലഹീനതയുടെ കാലഘട്ടം. പക്ഷേ നമുക്ക് കൃപയുടെ കാലഘട്ടമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. നമുക്കത് ഫീൽ ചെയ്യേണ്ട ബലഹീനതയുടെ കാലഘട്ടമായിട്ടായിരിക്കും. അത് നിങ്ങൾ ശരിക്കും ക്രിസ്ത്യൻസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കൃപയുടെ കാലഘട്ടം നിങ്ങളവർക്ക് എംപവറിങ് ആയിരിക്കും. അവിടെ സുവിശേഷ വേല, ഇവിടെ സുവിശേഷ വേല, അവിടെ രോഗശാന്തി, ഇവിടെ രോഗശാന്തി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് ശുശ്രൂഷയുടെ കാലഘട്ടമാണ്. കൃപയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ബലഹീനതയുടെ കാലഘട്ടമായിരിക്കും. എന്താ കാര്യം? ബലഹീനതയാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. റോമായിൽ ചെന്നപ്പോൾ ഞാൻ ഛർദ്ദിച്ച്, ഫ്രാൻസിൽ വെച്ചും ഛർദ്ദിച്ച്. എൻ്റെ കൂടെ കൊണ്ടുവന്ന വിജയകുമാറിനെ പോലും അറിയിച്ചിട്ടില്ല ഞാൻ ഛർദ്ദിച്ച കാര്യം. കഴിക്കണ അപ്പം തന്നെ ഛർദ്ദിച്ച് പോകും. ഒരു പ്രസവം കഴിയുമ്പോൾ ഞാൻ ഒന്ന് വിറക്കും. എനിക്ക് കാര്യങ്ങളറിയാം. എന്താ കാര്യം? കർത്താവ് എന്നെ ബലഹീനമായിക്കൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കിടെ ഒരു കർത്താവിൻ്റെ ശുശ്രൂഷ തന്നെ ഏറ്റെടുത്ത് ചെയ്തിട്ട് പോലും നമ്മളുടെ അനുഭവങ്ങൾ നെഗറ്റീവാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിൻ്റെയും നെഗറ്റീവായിട്ടേ അവർ പറയത്തുള്ളൂ. നെഗറ്റീവാണെന്ന് പറയും. നെഗറ്റീവ് അല്ലത്. അത് കർത്താവിൻ്റെ കൃപ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ കഴിവ് കൊണ്ടല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് ബൈബിൾ ഫോളോ ചെയ്യുന്നൊരു ഫണ്ടമെൻ്റൽ ഫോർമുലയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്കണം. എന്താണ്? ഈ എഫേസ്യൻസ് 2:8 ഓർക്കണം. ഉടമ്പടിയുടെ അടിസ്ഥാന പ്രിൻസിപ്പിൾ അതാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്നുവെച്ചാൽ നിൻ്റെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ യോഗ്യതകളുടെ മേലെല്ലാം ഇങ്ങനെ കട്ടിങ് വരും. യോഗ്യതകളുടെ മേലെല്ലാം നമ്മുടെ മെറിറ്റുകളാണ് എപ്പോഴും ഡാമേജ് വരണത്. സർട്ടിഫിക്കറ്റ് പോലും സമയത്ത് സർട്ടിഫിക്കറ്റ് കാണാനില്ല. യാത്ര ഇറങ്ങുമ്പോൾ പാസ്പോർട്ട് കാണാനുണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ നിന്ന് വിശ്വാസപ്രമാണം ചെല്ലും. എന്താ കാര്യം? കുറച്ച് കഴിയുമ്പോൾ പാസ്പോർട്ട് കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ പ്രാർത്ഥിക്കുക, എംപവർ ആകുക. പ്രേ ആൻഡ് ഗെറ്റ് എംപവേർഡ് എന്നതിൻ്റെ അർത്ഥം. അല്ലാതെ വിഷയം ഉണ്ടാകുമ്പോൾ ദൈവം കൈവിട്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയരുത്. എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുക, എംപവർ ആകുക. കർത്താവ് ഈ വിഷയത്തിൽ ഇടാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിൻ്റെ കൂടെ സഹസഞ്ചാരരാകാൻ പോകുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഈ എന്ത് പോയാലും ശരി, വന്നാലും ശരി, ഈ ഡയബോളിക് പേഴ്സണാലിറ്റി കർത്താവ് അംഗീകരിക്കത്തില്ല. എന്താ കാര്യം അറിയാമോ? 18:23 സ്വർഗരാജ്യം തന്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവന് അത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു. ആ സേവകൻ അവൻ കുറച്ച് ഡയലോഗ് പറയും. എന്താ പറയണത്? സേവകൻ വീണ് നമസ്കരിച്ചു പറഞ്ഞു, പ്രഭു എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ ഈ സെയിം ആള് തന്നെയാണ്. ഇതാ ഡയബോളിക്. ഒരു വ്യക്തി നാഗവല്ലിയും ഗംഗയും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞില്ലേ, നമ്മുടെ ഓരോരുത്തരും ഇത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? ദ സ്പിരിച്വാലിറ്റി ബിൽറ്റ് അപ്പോൺ ദ ജെനുവിനിറ്റി. സിംഗിൾ പേഴ്സൺ. ഉടമ്പടിക്കും അങ്ങനെ പ്രശ്നം. ഈ ഡയബോളിക് പേഴ്സണാലിറ്റീസിന് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ 10,000 താലന്ത് കണ്ട ആളല്ലേ. താലന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണ്ണ നാണയമാണ്. ധനാറ വെള്ളി നാണയമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോഴേ 10,000 താലന്ത് സ്വർണ്ണ നാണയം ഇളച്ചു കൊടുത്ത ആ ഭൃത്യൻ താഴേക്ക് ഇറങ്ങിയപ്പോൾ തനിക്ക് 100 വെള്ളി നാണയങ്ങൾ ഉണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ ഇവൻ്റെ മട്ട് മാറി. ഇവന് നാഗവല്ലി പുറത്തിറങ്ങി. അവനെ കഴുത്തി പിടിച്ച് ചിരിച്ച് കണ്ടിച്ച് കളഞ്ഞു. കണ്ടു നിന്ന് അവർ എന്താണ് സംഭവിച്ചത്? പറഞ്ഞേ.
സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഇതിന്റെ പ്രശ്നം ഈ ജെന്യുവിൻ അല്ലാത്ത ആളില് ഒരേ വിഷയം കടമാണ്. മുകളിലുള്ള 10,000 താലന്ത് കടം, 100 ദിനാറ കടം. അപ്പോൾ ഒരേ ആൾ അവിടെ പോയി പട്ടാങ്ങി പറഞ്ഞ് ഇവിടെ വന്നവൻ്റെ കഴുത്തിന് പിടിച്ചു. ഒരു സെയിം പേഴ്സണാണ് ഇത്. 2 പേഴ്സൺ ഉള്ളതാണ് വിഷയം. ഈ 2 പേഴ്സൺ ഉള്ള ആൾക്കാരെയാണ് ഈശോ പലപ്പോഴും അഡ്മിറ്റ് ചെയ്യണത്. പൗലോസിൽ യോഹന്നാൻ 2 പേഴ്സൺ ഉണ്ടായിരുന്നു. തീയും എന്തെങ്കിലും ഇറക്കി നശിപ്പിക്കാൻ വേണ്ടി ആ സമരയെ കൊല്ലാൻ പോകുന്ന ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് നാഥാനിയേലിൽ സിംഗിൾ പേഴ്സണേ ഉണ്ടായുള്ളൂ, യഥാർത്ഥ ഇസ്രയേലിയൻ. ഇവനിൽ കാപട്യമില്ല, ഇവർ 2 പേഴ്സൺ ഇല്ലെന്ന്. ജെനുവിറ്റി, ഇവന് ഹൈപ്പോക്രസി 2 പേഴ്സൺ ഇല്ല. അപ്പം ഉടമ്പടി എന്ന് പറയുമ്പോൾ ലൂർദിൽ വെച്ച് അമ്മ പറഞ്ഞെന്താണെന്നറിയാമോ? ഉടമ്പടി എന്ന് ലൂർദിലെ ധ്യാനത്തിൻ്റെ ഭാഗമാണിത് കേട്ടോ. ഉടമ്പടി എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്. 2 പേഴ്സൺ പാടില്ലെന്ന്. 2 പേഴ്സൺ ഒരു വ്യക്തിയിൽ 2 പേഴ്സൺ പാടില്ല. 16 തലം തിളച്ചെന്ന ആളുണ്ട്. അപ്പം ഞാൻ നിന്നോട് യജമാനൻ എന്താ പറഞ്ഞത്? ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അതിന്റെ വാക്ക് വായിച്ച യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നത് വരെ 16 താലന്ത് എടുത്ത് ഇവന്റെ പഴകിച്ചു കൊടുത്ത് കാരാഗൃഹാധികൃതർക്ക് കടം മുഴുവൻ വീട്ടുന്നവരെ അവനെ കാരാഗൃഹാധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഈ ട്രീറ്റ്മെന്റ് ഓഫ് ദി ഡയബോളിക് പേഴ്സൺസ് ആണ്. ഇതിനകത്ത് എന്തിൻ്റെ ഭാഗമാണിത്? അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. അപ്പം സുവിശേഷം എന്താണ് വിശ്വസിക്കേണ്ടതെന്നാണ് ഈ സമരിയക്കാരുടെ കഥയിലൂടെയും അതുപോലെ തന്നെ 10,000 താലന്ത് കടം മേടിച്ചിട്ട് 100 ദിനാറ തരാതിരുന്നതിൻ്റെ കഴുത്തി പിടിച്ചതിനോടിലൂടെയും ഈ സുവിശേഷമാണ് കർത്താവ് റീച്ച് ചെയ്യിക്കുന്നത്. ഇതെല്ലാം കാണിച്ചിട്ട് പറയും അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. നമ്മുടെ സബ്ജക്റ്റ് ദൈവം ബേസിക്കായിട്ട് സത്തയിൽ അവൻ 1 അനുസരിച്ചുകൊണ്ട് ജ്ഞാനവും ശക്തിയുമാണ്. എന്ന് വെച്ചാൽ ജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പിളാണ്. പിന്നെ എന്ത് ശക്തി എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പ്രയോഗമാണ്. ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സിദ്ധാന്തമാണ്. സത്യം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പ്രയോഗമാണ്. ഈ പ്രയോഗം എന്ന് പറയുമ്പോൾ പ്രയോഗത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണമെന്നുള്ളത് അമ്മയോട് ആരും പറഞ്ഞില്ല. ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു, മേരി ഇത് പ്രയോഗത്തിൽ വരണമെന്നുണ്ടെങ്കിൽ സമർപ്പിക്കണം. ഇങ്ങനെ നമ്മൾ സമർപ്പിച്ചോ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ഇൻസിഡൻറ്റിലൂടെ ദൈവം എന്താണ് ചോദിക്കണത്? സമർപ്പിച്ചോ എന്താ ചോദിക്കണത്? ഇപ്പോൾ ഈ ദിവസങ്ങളിൽ 2 സാക്ഷ്യമുണ്ട്. ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ഒരു ആഴ്ചയിൽ എങ്ങനെയായാലും 10, 300, 400 സാക്ഷ്യങ്ങളുണ്ടാവും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അത് 1-2 നമ്മൾ എല്ലാ ദിവസവും ഇടും. പക്ഷേ ഈ ദിവസങ്ങളിൽ കിടക്കുന്ന സാക്ഷ്യം 2 ഏതാണ്ട് ഒരേ വിഷയമാണ്. അതായത് ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ എന്താ? ഈ തലയൊക്കെ വലുതായി, അതുപോലെ കണ്ണൊക്കെ ചിറങ്ങി, മന്ദബുദ്ധിയായിട്ട്, പറയണതും കേൾക്കത്തില്ല, നമ്മളൊന്നും പറയത്തുമില്ല, ഭാഷ അറിയാൻ പാടില്ല, നടക്കത്തുമില്ല. ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു ഭയങ്കരമായൊരു സങ്കടം പിടിച്ച ജന്മമാണ് ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഴ്ച ഈ സാക്ഷ്യം 2 ഈ ഡൗൺ സിൻഡ്രോമിൻ്റെ സാക്ഷ്യം അടുത്തടുത്ത ദിവസങ്ങൾ വന്നപ്പോഴേ അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ടത്. അതിൽ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് നിഷാന്ത് പാൽവയൽ, കണ്ണൂരാണ്. നിഷാന്ത് പാൽവയൽ, കണ്ണൂർ. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം, ഞാനൊരു ഓട്ടോറിക്ഷക്കാരനാണ്, എനിക്ക് എന്നാണൊരു വീട് വെക്കാൻ പറ്റണത്? ഒരിക്കലും വെക്കാൻ പറ്റത്തില്ല. നീ ഓട്ടോ ഓടിച്ച് ഞാൻ എന്ന് വീട്, ഏത് കാലത്ത് വീട് വെക്കാനാ? ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്? ഞാനിവിടെ ഒന്ന് ഉടമ്പടി ചെയ്തപ്പോൾ 1 വർഷം കൊണ്ട് അമ്മ എനിക്ക് വീട് തന്നു. പക്ഷേ വീട് വെച്ച സ്ഥലത്ത് വഴിയില്ലാഞ്ഞ് 3 മാസം കൊണ്ട് അതിലേക്ക് പഞ്ചായത്ത് സിമൻറ്റ് റോഡ് ഇട്ട് തന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്നത്, ദൈവമേ ഈ ഉടമ്പടി നമ്മുടെ ജീവിതത്തെ ദൈവമേ അങ്ങയുടെ അരുവിയെ അയക്കുക,
ഭൂമുഖം നവീകരിക്കപ്പെട്ടതെന്ന് പറഞ്ഞ് നമുക്കൊരു പ്രാർത്ഥനയുണ്ട് ബൈബിളിൽ. ദൈവമേ അങ്ങയുടെ അരൂപി അയക്കുക, ഭൂമുഖം നവീകരിക്കപ്പെടട്ടെ. അപ്പോൾ ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഉടമ്പടിക്ക് സംഭവിക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ ജീവിതം അങ്ങോട്ട് മാറുകയാണ്, സെറ്റിൽ, അതായത് നേരെ സെറ്റ്. അതാണ് അവൻ ചോദിക്കുന്നത്. അവൻ കരഞ്ഞു പോണവരെ പറയണത്, ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, അതുകൊണ്ട് ഏത് കാലത്ത് ഞാൻ വീട് വെക്കാനാണ്. അതുകൊണ്ട് ഞാൻ വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ അത് സുന്ദരമായിട്ട് ചെയ്തെന്ന്. അതായത് ഒന്നേകാൽ കൊല്ലം കൊണ്ടാണ് ചെയ്ത്. പക്ഷേ അത് അയാളുടെ സാക്ഷ്യം. പക്ഷേ എനിക്ക് തോന്നിയത് അതിൽ വേറെ ഒരു സംഭവം അയാൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഡൗൺ സിൻഡ്രോം ഉള്ളൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഇയാൾ മലമുകളിലാണ് താമസിക്കുന്നത്. അയാൾക്ക് ഡൗൺ സിൻഡ്രോം ബാധിച്ച ഈ മന്ദബുദ്ധിയായ, ബ്രെയിൻ വളർച്ചയില്ലാത്ത, നടന്നു പോകാത്തൊരു കൊച്ചുണ്ട്. ഈ പാവപ്പെട്ടവൻ ഈ മലമുകളിൽ നിന്ന് ഈ കുഞ്ഞിനെ, ഈ നടക്കാത്ത കുഞ്ഞിനെ ഈ തോളെ വെച്ചുകൊണ്ടാണ് മലയടിവാരത്തേക്ക് നടന്ന് വന്ന് സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കുന്നത്. ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം എന്താണ്? അപ്പോൾ അവനെന്നും അവൻ്റെ മനസ്സിൽ ഓർക്കും, ഈ കുഞ്ഞിനെയും ചുവന്നുകൊണ്ട് മലയിറങ്ങി വരുമ്പോൾ അവൻ ഓർക്കണത് എന്താണെന്ന് വെച്ചാൽ, മലയടിവാരത്തായിരുന്നൊരു വീട് കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെടാതെ ജീവിക്കാമായിരുന്നു, കുഞ്ഞിനെ ചുവന്നുകൊണ്ട് വരേണ്ട കാര്യമില്ല, എനിക്ക് സ്കൂളിൽ കൊണ്ട് ആക്കാമായിരുന്നു. ഓരോ മനുഷ്യൻ്റെ ഭാരപ്പെടുത്തുന്ന അവസ്ഥകൾ നിങ്ങൾ നോക്കണം, ഓരോ മനുഷ്യൻ്റെ ഭാരപ്പെടുത്തുന്ന അവസ്ഥകൾ. അപ്പോൾ അപ്പോഴേ അവൻ തന്നെ ചിന്തിച്ചു, എനിക്ക് ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ഏത് കാലത്ത് സ്ഥലം മേടിച്ച് വീട് വെക്കാനാണ്. പക്ഷേ ഇതെല്ലാം പെട്ടെന്നാണ് നടക്കുന്നത്. ഉടമ്പടി ചെയ്തു കൊടുത്തത് സ്കൂളുകാർ തന്നെ, താഴ്വാരത്തെ സ്കൂളുകാർ ഇവനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു വീട് വെച്ച് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സ്ഥലം വേണമെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇത് അറിഞ്ഞൊരു ചേട്ടായി തന്നെ ഒരു 5 സെൻറ്റ് സ്ഥലം അവന് കൊടുക്കും. ഇതെല്ലാം ഉടമ്പടിക്ക് ശേഷം നടക്കുന്ന സംഭവമാണ്. ഉടമ്പടി ഒരു മനുഷ്യൻ്റെ ജീവിതം ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതുപോലുള്ള ചോദ്യങ്ങളുമായിട്ടാണ് മനുഷ്യൻ ഇന്നും ജീവിക്കണത്. നമുക്ക് വേണ്ടി എല്ലാമാണ് അമ്മ ചോദിച്ചത്, അതായത് ഇത് എങ്ങനെയാണ്, ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഓട്ടോ ഓടിച്ച് ഞാൻ എങ്ങനെ വീട് വെക്കും, ഇതെങ്ങനെ സംഭവിക്കും, അതാണ് ചോദ്യം. ഓട്ടോ ഓടിച്ച് ഞാൻ എങ്ങനെ. പക്ഷേ ആ കണ്ണൂരിൽ നിന്ന് അവൻ അതുകൊണ്ട് ഇല്ലാത്ത കാശുണ്ടാക്കി അമ്മയെ കാണാൻ വേണ്ടി വന്നു, ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തു. ഇതെങ്ങനെയാണ് സംഭവിക്കണം എന്നുള്ളത് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. അതല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത്, അവൻ്റെ കുഞ്ഞ് നടക്കാൻ തുടങ്ങി. ഇപ്പം പ്രൈസ് ദി ലോർഡ്. ആ സാക്ഷ്യം നിങ്ങളോട് നോക്കണം, നല്ലൊരു സാക്ഷ്യമാണ്, പെട്ടെന്ന് നോക്കിക്കളയരുത്. ഇതിലെല്ലാം ദൈവം എന്തുമാത്രം കാരുണ്യം കാണിച്ചിട്ട് നമുക്ക് മനസ്സിലാകും. അവൻ്റെ കുഞ്ഞിപ്പോൾ നടക്കാൻ തുടങ്ങി. അവൻ്റെ വീട് താഴെ കൊണ്ടുവന്ന് അവൻ സ്ഥലം വാങ്ങിച്ചു കൊടുത്തു, വീട് കൊടുത്തു, അവൻ്റെ കുഞ്ഞിനെ നടത്തി. അപ്പോൾ ഞാൻ ഈ സാക്ഷ്യം കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ വന്നതേ, ഈ നിശാന്തിൻ്റെ ജീവിതത്തിലെ 2 ഘട്ടം ഉണ്ടായി. എന്ത് ഘട്ടമാണുള്ളത്? ഒന്ന് കൃപയുടെ ഘട്ടം, രണ്ടാമത്തത് അനുഗ്രഹത്തിൻ്റെ ഘട്ടം. ജനങ്ങൾ ഇപ്പോൾ നിശാന്തിൻ്റെ ജീവിതത്തിൽ 2 ഘട്ടമുണ്ട്. ഒന്ന് കൃപയുടെ ഘട്ടം. അതായത് ഏതാണ്? ദൈവത്തിൻ്റെ ശക്തി ഇവനിലേക്ക് വരുന്ന. ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ചുമന്നുകൊണ്ട് വരികയും, അപ്പോൾ ചുമന്നുകൊണ്ട് വരുമ്പോൾ അവൻ വേറെ എന്താ ചിന്തിക്കണത്? ഈ കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് മലമുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എൻ്റെ ദൈവം എനിക്കൊരു സന്ധിപ്പ് തരും. കാര്യം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വരുമാന മാർഗം കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ പരിശുദ്ധ അമ്മയാണ് നടത്തുന്നത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് അമ്മ മകനോട് പറയണത് അമ്മയുടെ റോളാണ് നമ്മുടെ ഇല്ലായ്മയൊക്കെ പരിഹരിക്കണത് എന്ന് അവനോട് ഉടമ്പടിയെക്കുറിച്ച് ആരോ പോയി ക്ലാസ് എടുത്ത്. അങ്ങനെയാണ് ഈ മലമുകളിൽ നിന്ന് നിശാന്ത് വരാൻ കാര്യം ഉടമ്പടിയുടെ സുവിശേഷ പ്രവർത്തകർ ലോകം മുഴുവൻ ഇപ്പം നിറഞ്ഞ് ഓരോരുത്തരുടെ ഇയർ ടു ഇയർ മൗട്ടിക്ക് ഇവാഞ്ചലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം എന്നറിയോ? ജനം അനുഭവിച്ചവർ പറയും, പറഞ്ഞവർ വിശ്വാസമുള്ളവർ അത് പറഞ്ഞവർ പറഞ്ഞു കേട്ടെന്ന് കാര്യമില്ല. നമ്മൾക്ക് ഇപ്പോൾ സമർപ്പണമായാലും പറഞ്ഞത് കേൾക്കണമായാലും വാഗ്ദാനം പ്രാപിക്കണതായാലും നമുക്കെന്നാ വേണം? വിശ്വാസം വേണം, ഒരു മിനിമം. അതാണ് 4:16 ഒരു വചനമുണ്ട്, റോമ 4:16. അതിനാൽ പറഞ്ഞ് വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് പ്രശ്നം. ഒന്നുകൂടി പറഞ്ഞേ, അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. വെറുതെ കൈയും വീശി നടക്കുന്നവർക്ക് വാഗ്ദാനം ഇല്ല. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കിൻ്റെ ഉള്ളിൽ ദാനം വെച്ച് നൽകും ദൈവം. എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദാനമുണ്ട്. ഇപ്പം എന്തൊരു മനുഷ്യർ വചനം വായിക്കുന്നു, യുക്തിവാദികളും വചനത്തെ വിമർശിക്കാൻ വേണ്ടി ബുദ്ധിയും ബോധവും ഇല്ലാതെ കർത്താവിൻ്റെ വചനത്തെ അത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസമില്ലാതെ വചനം വായിക്കുന്നത് പാപമാണ്. കാര്യത്തിൽ അങ്ങനെ വായിക്കാൻ വേണ്ടി എഴുതിയതല്ല ഇത്. ഒരാത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി, നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്
വചനം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് റോമ 1:16 സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ശക്തി വിട്ടൊരു കളിയില്ല വചനം. കാര്യം രക്ഷ പോലും നമുക്ക് ലഭിക്കുന്നത് ശക്തിയാണ്. പക്ഷേ ഇത് വിശ്വാസമില്ലാത്തവൻ ഇത് വായിച്ച ആ ശക്തി ഫീൽ ചെയ്യത്തില്ല. അവൻ സാധാരണ വായിക്കണ പോലെ വായിക്കും. അതാണ് വിഷയം. എന്താ കാര്യം? വിശ്വാസം നൽകപ്പെടുന്നത്, വാഗ്ദാനം നൽകപ്പെടുന്നത് റോമ 4:16 എന്താ പറയണത്? വാഗ്ദാനം നൽകപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാഗ്ദാനം നൽകപ്പെടുന്നത്. പക്ഷേ വാഗ്ദാനം നൽകണത് തിയറിയാണ്, ജ്ഞാനമാണത്. വാഗ്ദാനം നൽകണതും വാഗ്ദാനം പ്രാപിക്കണതും 2 കേസാണ്. എത്രയോ 10,000-കണക്കല്ലേ വാഗ്ദാനം നൽകിയിരിക്കണത്. പക്ഷെ പ്രാപിക്കണത് എത്ര പേരാ? വാഗ്ദാനം പ്രാപിക്കണത് എങ്ങനെയാണ്? അത് അമ്മ പറഞ്ഞതുപോലെയാണ്. അത്യുന്നതിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് ലൂക്ക 1:35 പറയുമ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാവും ഇത് വാഗ്ദാനമാണെന്ന്. പക്ഷെ വാഗ്ദാനം എങ്ങനെ പ്രാപിക്കണത്? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിക്കുമ്പോഴാണ് വാഗ്ദാനം പ്രാപിക്കുന്നത്. ശ്രുതികട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴെപ്പോഴും സംഭവിക്കുന്നത് നമ്മൾക്ക് വാഗ്ദാനം നൽകാം. വിശ്വാസമുള്ള എല്ലാവർക്കും വാഗ്ദാനം നൽകാം. പക്ഷേ വാഗ്ദാനം നൽകുന്നതും വാഗ്ദാനം പ്രാപിക്കുന്നതും 2 കേസാണ്. വിശ്വാസമുള്ള എല്ലാവർക്കും വാഗ്ദാനം നൽകാം. പക്ഷേ വാഗ്ദാനം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? അടുത്ത ഘട്ടങ്ങളിലുള്ള സംഭവങ്ങളൊക്കെ വേണം. എന്താ വേണ്ടത്? വിശ്വാസം കൊണ്ട് നമുക്ക് വാഗ്ദാനം കിട്ടും. പക്ഷെ അത് പ്രാപിക്കണമെങ്കിലേ, അനുഭവയോഗ്യമാകണമെങ്കിലേ വേറെ 2 കാര്യം കൂടി വേണം. എന്താണത്? സ്നേഹം. അവിടെയാണ് സ്നേഹം വരണത്. പിന്നെ ഇതിൻ്റെ കാലദൈർഘ്യം വരെ കാത്തിരിക്കാനുള്ള യോഗ്യത, അങ്ങനെയാണ് പ്രത്യാശ വരണത്. കാരണം ദൈവം വാഗ്ദാനം തരുമ്പോൾ ആ ഒരു വാഗ്ദാനം പല പല ആവശ്യങ്ങൾക്കുള്ളതാണ്. അതിങ്ങനെ ഘട്ടമായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അവസാനത്തത് സംഭവിക്കണത് ചിലപ്പോൾ 40-ാമത്തെ കൊല്ലത്തായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഈ വാഗ്ദാനം പ്രാപിക്കുന്നതിന് എടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് എന്ത് വേണം? എന്താ വേണ്ടത്? പ്രത്യാശ വേണം. ഈ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന കാലത്ത് ചിലപ്പോൾ പലതരത്തിലുള്ള ആക്രമണങ്ങളുണ്ടാവും, വിശ്വാസാക്രമണങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ വാഗ്ദാനം പ്രാപിക്കണമെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ അതുകൊണ്ട് ആ പെട്ടെന്നുള്ള വാഗ്ദാനം പ്രാപിക്കുന്ന ആ ഒരു അതുകൊണ്ട് നമുക്ക് ലോങ് ടേണിൽ പ്രയോജനമില്ല. എന്താ കാര്യം? ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നു, യൂസ് ആൻഡ് ത്രോ ആയിട്ട് അത് പോകുന്നു. പക്ഷേ നിത്യതയ്ക്ക് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ കാത്തിരുന്ന് പ്രാപിക്കണം. നിത്യതയ്ക്ക് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ കാത്തിരുന്ന് പ്രാപിക്കണം. കാത്തിരുന്ന് വാഗ്ദാനം പ്രാപിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വിശ്വാസം മാത്രം പോരാ, അതെന്ത് വേണം? പ്രത്യാശ വേണം. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. എന്താണ് പ്രത്യാശ? നമ്മളെ നിരാശരാക്കുന്നില്ല. നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ കാത്തിരിപ്പ് എന്താ വേണ്ടത്? പരിശുദ്ധാത്മാവിന് വേണം. മനസ്സിലായില്ലേ? ഒരു കാര്യം പെട്ടെന്ന് നീ ഇപ്പോൾ നിനക്ക് കല്യാണം കെട്ടണില്ല, അല്ലെങ്കിൽ കല്യാണം നിനക്ക് ഒക്കണില്ല, അല്ലെങ്കിൽ കടങ്ങൾ മാറണില്ല, അല്ലെങ്കിൽ നിനക്ക് വീട് വെക്കണില്ല, അങ്ങനെ നിൻ്റെ ജോലി ശരിയാകണില്ല. നിനക്ക് പെട്ടെന്ന് നിനക്ക് ഈ സാധനം സാധിച്ചാൽ നിനക്ക് ആ ജോലി മാത്രം കിട്ടും, അതുകൊണ്ട് കാശ് കിട്ടും, കാശ് കൊണ്ട് വീട് വെക്കാം, ഗ്യാസ് ഭക്ഷണം കഴിക്കാം. പിന്നെ ഈശോ പറഞ്ഞ പോലെ അത് മറപ്പുരെ വിസർജിക്കുന്നു, തീരുന്നു, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. പെട്ടെന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളിലൊക്കെ ഒരു കുഴപ്പമതാ, എപ്പോഴും വരണതിൽ അനുഗ്രഹം ലാഗ് ചെയ്യണം. എന്താ കാര്യം? അവിടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന അനുസരിച്ച് കൊണ്ട് എന്ത് പറ്റും? അതോടുകൂടി നമ്മൾ കുറേ ആ വിഷയത്തിൽ സമർപ്പണം. ഈ സമർപ്പണം കൊണ്ട് മാതാപിതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞില്ലേ, അതാണ് സമർപ്പണം. അങ്ങനെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രഹാത്തിന് സംഭവിച്ച പോലെ ഒരു 10 കൊല്ലം കഴിഞ്ഞാണ് മറിയം പ്രഗ്നൻ്റ് ആകണമെങ്കിലും അതിന് വരെ മറിയം ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. എത്ര കാലം താമസിച്ചാലും അപ്പ ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയുകയാണ്. മറിയത്തിൻ്റെ സമർപ്പണത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടെന്നാണ് ദൈവത്തിൻ്റെ ജ്ഞാനം പ്രവചിക്കുന്നത്, വെളിപ്പെടുത്തുന്നത്. അപ്പ എബ്രാഹത്തിനെ പോലെ അല്ല, നീ എബ്രാഹത്തിനും കുഞ്ഞുങ്ങളെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ
എബ്രാഹാം ആ കാലത്ത് പോയി അല്പം താമസിച്ചപ്പോൾ വീട്ടുവേലക്കാരത്തെ പ്രാപിച്ചു. അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും ഞാൻ കാണിക്കത്തില്ല. അപ്പൻ എത്ര കാലം താമസിച്ചാലും ഞാൻ ആ കാലമെല്ലാം കാത്തിരിക്കും. അതാണ് സമർപ്പണം എന്ന് പറയുന്നത്. അത് സ്നേഹത്തേക്കാൾ വലുതാണ് സംഭവം. മരിയനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കണമെങ്കിൽ, യേശുവിനെ ദൈവത്തെ പഠിക്കണമെങ്കിൽ മരിയൻ കോളേജിൽ പഠിക്കാതെ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. കാര്യം പഠിക്കാൻ പറ്റും, നമുക്ക് കിട്ടുന്ന തിയറിയാണ്. ഇതെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഉൾപ്പെടെയാണ് നമുക്ക് കിട്ടുന്നത്. മരിയൻ ശ്രുതികടെ ശ്രുതികടെ ഹല്ലേലൂയ. മക്കൾ സന്തോഷത്തോടെയാണ് ഈ ധ്യാനത്തിൽ പങ്കെടുക്കേണ്ടത്. കർത്താവിൻ്റെ അരൂപി നിങ്ങളിലേക്ക് ഇറങ്ങി വസിക്കുന്ന സമയമാണ്. നിങ്ങളുടെ കുടുംബം മുഴുവൻ ഇത് എവിടെ ഇരുന്ന് എല്ലാവരും ആരെല്ലാം എവിടെ നിന്ന് ധ്യാനം കൂടിയാലും ആ സമയത്തെല്ലാം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന് അറിയും. കാര്യം ഇവിടെ ആൾത്താറ മുഴുവൻ പരിശുദ്ധാത്മാവെന്ന് അറിഞ്ഞിരിക്കാൻ. കർത്താവിൻ്റെ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ വചനങ്ങൾ കർത്താവ് തന്നെ ആത്മാവിൽ വ്യാഖ്യാനിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാ പറഞ്ഞുകൊണ്ടിരിക്കണം ഇപ്പോൾ ഈശോ? അതായത് നമുക്ക് വാഗ്ദാനം ലഭിക്കുന്നതും വാഗ്ദാനം പ്രാപിക്കുന്നതും രണ്ട് കാര്യമാണ്. വിശ്വാസമുള്ളവർക്ക് റോമാ 4:16 അനുസരിച്ചുകൊണ്ട് വാഗ്ദാനം കിട്ടാം. പക്ഷേ വാഗ്ദാനം പ്രാപിക്കുക എന്ന് വെച്ചാൽ ഓഫർ കിട്ടിയാൽ പോരല്ല. ജോലിക്കൊരു ഓഫർ കിട്ടിയാൽ പോരല്ല. ജോലി കിട്ടണ്ടേ? ജോലി കിട്ടി നമ്മളവിടെ താമസിച്ച് ശമ്പളം കൈ കിട്ടണ്ടേ? ഇത് വേറെ വിഷയമാണ്. ഒരു ഓഫർ കിട്ടണതും ആ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്നതും വേറെ വിഷയമാണ്. രണ്ട് വിഷയമാണ്. അതുതന്നെയാണ് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ വാഗ്ദാനം കിട്ടും. പക്ഷെ വാഗ്ദാനം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? 3-4 കാര്യങ്ങൾ വേണം. ഒന്ന്, സ്നേഹം വേണം. പിന്നെന്താണ്? പ്രത്യാശ വേണം. ഈ പ്രത്യാശയോടെയുള്ള സ്നേഹം, കർത്താവിൻ്റെ മനസ്സിൽ കാലതാമസം എന്തുമാത്രം ഉണ്ട്, ആ കാലതാമസത്തിൻ്റെ കാലങ്ങളിലെല്ലാം കർത്താവ് നിർവഹിക്കും. അതായത് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. അതായത് ഒരു കാരണവശാലും ഒരു ഫ്യൂട്ടൈലായിട്ടുള്ള ഒരു കാലവിളംബം ഒരിക്കലും ദൈവഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല. അതായത് ഒരു പ്രയോജനമില്ലാത്ത ഫലരഹിതമായ ഒരു കാലദൈർഘ്യം ഉണ്ടാകത്തില്ല. നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കാലദൈർഘ്യം നമ്മൾ ഈ ഭൗതിക ഫലത്തെ മാത്രം കണ്ണുനട്ടിരിക്കുമ്പോഴാണ് കാലദൈർഘ്യം, ദൈവം വരുത്തുന്ന കാലദൈർഘ്യത്തെക്കുറിച്ച് നമ്മൾ അന്ധന്മാരായി പോകുന്നത്. കർത്താവ് അന്ധന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തെന്ന് പറയുക? കാഴ്ച ഉള്ളവർ അന്ധന്മാരായി പോകും. അന്ധന്മാർക്ക് കാഴ്ച ഉണ്ടാകും. ക്രിസ്തു ഒരു മനുഷ്യൻ സ്വീകരിച്ച് കഴിയുമ്പോൾ ക്രിസ്തുവിനെ പ്രതി ചില ആൾക്കാർ ഞങ്ങൾ കാണുന്നു എന്ന് പറയുന്ന ആൾക്കാർ പക്ഷെ ഒന്നും കാണുന്നില്ല, അന്ധന്മാരായി മാറും. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച പ്രാപിക്കാൻ പറ്റും. എന്താ കാര്യം? ദൈവം ഒരു കാര്യം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ അവർ എന്തിനു വേണ്ടി ചെയ്യുന്നുവെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയ ജ്ഞാനമായി. ജ്ഞാനം അതായത് എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താണ്? അറിവ്. എന്തിനു വേണ്ടി ചെയ്യുന്നുവെന്ന് ചോദിക്കുമ്പോൾ ആ എന്തിനു വേണ്ടി ചെയ്യുന്നുവെന്നുള്ള ജ്ഞാനം അതെന്താണ്? അത് യേശുക്രിസ്തു 1 കൊരിന്ത്യർ 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ എന്താണ്? എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ജ്ഞാനം. നോഹ എന്ന് പറയുന്ന ജ്ഞാനം എന്തിനു വേണ്ടിയാണ് ചെയ്യണത്, എന്താണ് താമസിക്കാൻ കാരണം. അല്ല ഈശോ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിക്ക് കാത്തിരിക്കണ പോലെ അനുഗ്രഹത്തിന് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വണ്ടിക്ക് കാത്തിരിക്കണ പോലെ അപ്പോൾ ഒരാൾ പറയുകയാണ് ആ വണ്ടി ഇന്ന് ഓടുന്നില്ലെന്ന് തോന്നുന്നു, പ്രൈവറ്റ് ബസ് ഇന്ന് അവർ രാവിലെ കണ്ടില്ല, അപ്പോൾ ഇനി വരത്തില്ലായിരിക്കും പറഞ്ഞാൽ അവരെ വീട്ടിൽ പോകും ചിലപ്പോൾ, അല്ലെങ്കിൽ അടുത്ത വണ്ടി കയറി പോകും. ഈ അടുത്ത വണ്ടിക്ക് കയറി പോകുന്ന ഒരു ആധ്യാത്മിക രംഗങ്ങളുണ്ടെങ്കിൽ പണിമേടിക്കാൻ സാധ്യതയുണ്ട്. ദൈവം അതാണ് നോക്കണത്. ഈ അടുത്ത വണ്ടി കയറി പോകുന്നതാണ് നോക്കണത്. ശരിക്കും ദൈവത്തിനെ തന്നെ പ്രതീക്ഷിക്കുമോ? പലരും ദൈവത്തിനെ തന്നെ പ്രതീക്ഷിക്കുമോ? അതോ ഇനി ദൈവത്തിനല്ലാത്ത മാർഗ്ഗങ്ങളിലൂടെ വേറെ കിട്ടിയത് നമുക്ക് ജോലി കിട്ടിയാലും മതി, സത്താൻ വർഷിപ്പാനും ശരി, എന്നാ കുന്തമായാലും ശരി, ഇനി ദൈവത്തെ തള്ളിപ്പറയുന്ന വിഷയമായാലും ശരി, നമ്മൾ റെഡിയാണ്, നമുക്ക് ജോലി കിട്ടിയാൽ മതി, അടുത്ത വണ്ടിക്ക് തലവെക്കുക എന്നാണ് നോക്കണത്. അതൊരു വിഷയമാണ്. ലാഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദൈവം നിങ്ങളുടെ, അല്ലെങ്കിൽ ലാഗ് ചെയ്യുമ്പോൾ ഒരു വിഷയം ലാഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കഷ്ടത വർദ്ധിക്കുമ്പോൾ ദൈവം എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? നിൻ്റെ വിശ്വാസമല്ല, വിശ്വസ്തതയാണ്. അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നത് ഇപ്പോൾ ഒന്നൊരു ഓർപ്പിക്കുകയാണ്. സങ്കീർത്തനം 119:75 സ്തുതികട്ടെ സ്തുതികട്ടെ ഹല്ലേലൂയ കർത്താവേ, അങ്ങയുടെ വിധികൾ ന്യായയുക്തമാണ്.
അതായത് ഇത് ഭയങ്കര വചനമല്ലേ ഇത്? അതായത് കർത്താവ് എന്ത് വിധിച്ചാലും അത് ന്യായയുക്തമാണ്. അപ്പോൾ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട നിലപാടാണ് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെനിക്ക് കിട്ടിയാലും അത് നീതിയാണെന്ന്. അത് ദൈവത്തിൻ്റെ നീതിയാണ്. എൻ്റെ ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ തിരുമനസ്സ്. അതാണ് സംഭവം. ഇപ്പോൾ എനിക്ക് മക്കളില്ല. എൻ്റെ ചേട്ടനുണ്ട്, അനിയത്തിക്കുണ്ട്, പെങ്ങൾക്കുണ്ട്, എല്ലാവർക്കും മക്കളുണ്ട്. എനിക്ക് മാത്രം മക്കളില്ല. അതുകൊണ്ട് എന്താ പറ്റണത്? ഇപ്പം ഞാൻ ദത്തെടുക്കാൻ പോകുമ്പോൾ എൻ്റെ ചേട്ടനൊക്കെ കണ്ണുരുട്ടും. എന്താണ് ഇവിടുത്തെ മക്കൾ പോരാഞ്ഞാണ് ഇവരെ കണ്ടവൻ്റെ മക്കൾ ദത്തെടുക്കുന്നത്? അവരുടെ ഉദ്ദേശം എന്താണ്? ഇവർ മക്കളില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വത്ത് അടിച്ച് മാറ്റാവുന്നതായിരിക്കും ചിലപ്പോൾ ചേട്ടൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ചേട്ടന്മാരും അങ്ങനെ ഉദ്ദേശിക്കണമെന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള എല്ലാത്തിനും ഉടങ്കൊല്ലി. ചില ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകത്തില്ല. അനിയന് മക്കളില്ല, ചേട്ടന് മക്കളില്ലെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിപ്പോകത്തില്ല. എന്താ കാര്യം? ഈ വീട് വേറെ സഹോദരങ്ങൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ പെറ്റും, അവിടെ തന്നെ താമസിക്കും. എന്താ കാര്യം? എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? അനിയന് പണ്ടാരക്കാലം ഒരു കാലത്തും കുഞ്ഞുങ്ങളുണ്ടാകില്ല എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അവിടെ അതായത് കർത്താവിൻ്റെ വചനം നമ്മൾ ദുഷ്ടലാക്കോട് മനസ്സിൽ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം അനുസരിച്ചല്ല ജീവിക്കണമെങ്കിലേ. ഇപ്പോൾ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ചില സമയത്ത് നമുക്ക് അധ്വാനിച്ചിട്ട് നമ്മളെ കൊണ്ട് അധ്വാനിക്കുന്നതുകൊണ്ട് ഇപ്പോൾ നിശാന്ത് പറഞ്ഞില്ലേ, എൻ്റെ അധ്വാനം കൊണ്ട് ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, കർത്താവ് തന്നെ ഇടപെടണം. അതന്നെയല്ലേ അപ്പോസ്തലന്മാർ പറഞ്ഞത്? അപ്പോസ്തലന്മാരെന്താ പറഞ്ഞത്? കർത്താവ് രാത്രി മുഴുവനും പണിപ്പെട്ടിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, പക്ഷേ ഞങ്ങൾ ഉടമ്പടി ചെയ്യാവുന്നു. അതാണ് സംഭവം. ലൂക്ക 1:5 എന്ന് പറഞ്ഞ ഉടമ്പടി വചനമാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, പക്ഷേ ഞങ്ങൾ ഉടമ്പടി ചെയ്യാം. വായിച്ചേ. ശിമയോൻ പറഞ്ഞു, ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ദാറ്റ്സ് ഓക്കേ. അതല്ലേ ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി ഇല്ലാത്ത എന്തെങ്കിലും അത്ഭുതങ്ങളുണ്ടാ? നീ പറഞ്ഞതനുസരിച്ച്. ഇപ്പം നിശാന്ത് എന്ന് പറയണത്, ഞാൻ ഓട്ടോറിക്ഷക്കാരനാണ്, എന്നെക്കൊണ്ട് ഒരു വീട് വെക്കാനോ സ്ഥലം മേടിക്കാനോ ഒന്നും പറ്റത്തില്ല, പക്ഷേ നീ പറഞ്ഞതനുസരിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ഞാൻ ജീവിക്കും. അപ്പോഴെന്താണ്? അപ്പോൾ ഇല്ലാത്ത മീനെ അവൻ ഉണ്ടാക്കി തരും. രാത്രി മുഴുവനും പണിപ്പെട്ടിട്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ വീഞ്ഞിൻ്റെ കേസല്ല. അതായത് തൻ്റെ വെള്ളത്തിൽ നടന്ന അത്ഭുതങ്ങളാണ് ഇത്. വീഞ്ഞിൻ്റെതും വെള്ളത്തിൽ നടന്ന അത്ഭുതമാണ്, മീനിൻ്റെതും വെള്ളത്തിൽ നടന്ന അത്ഭുതമാണ്. പക്ഷേ ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണെന്നറിയാവോ? ഉടമ്പടി എടുപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? 2 ഉടമ്പടി വചനങ്ങളാണ്, 2 വെള്ളത്തിൽ നടന്ന അത്ഭുതങ്ങളാണ്. 2 അവൻ പറഞ്ഞതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ നീ പറഞ്ഞതനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ യോഹന്നാൻ 2:3 ഉടമ്പടി വചനമാണ്, അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. ലൂക്ക 5:5 ഉടമ്പടി വചനമാണ്, നീ പറഞ്ഞതനുസരിച്ച് ചെയ്യാം. ഇതെല്ലാം എന്ത് സംഭവിച്ചാൽ ഇത് 2 സംഭവം തീർന്നു പോയ സംഭവമാണ്. ഒന്ന്, രാത്രി മുഴുവനും വേലയെടുത്തിട്ടും മീനില്ലെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? മീനെ കടലില്ലെന്ന് എൻ്റെ അർത്ഥം. ഒരു മീനെങ്കിലും ആ കടലിൽ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് പറയണം, എടാ ഒരു മീനുണ്ടെന്ന് പറഞ്ഞേനാം. മീനില്ല. എന്താ കാര്യം? ഒരു മീനുണ്ടെന്ന് പറയാൻ കാര്യം എന്താണ്? പണ്ട് ഒരു ടാക്സ് കളക്ടർ യേശുവിൻ്റെ അടുത്ത് വന്ന് അപ്പോസ്തലന്മാരുടെ അടുത്ത് കൊച്ചു സംസാരിച്ചിട്ട് പോയി. അപ്പോൾ ഈശോ ചോദിച്ച് വാട്ട് ദ സ്പോക്ക്? അപ്പോൾ പത്രോസ് പറഞ്ഞ്, നികുതി കൊടുക്കുന്ന ആൾക്കാരാണ് വന്നിരിക്കുന്നത്, നികുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേ ഈശോ ചോദിച്ച്, കൊള്ളാം, നല്ല പരിപാടിയായി പോയി. ശിമയോനെ, ആരാ നികുതി കൊടുക്കുന്നത്? മക്കളാണോ അതോ അടിമകളാണോ? അത് അടിമകളാണ്. പക്ഷേ നീയായിട്ട് അവർ ഉതപ്പുണ്ടാക്കേണ്ട, നീ കടലിൽ പോയി ചൂണ്ടയിടുക, അപ്പോൾ നിനക്കൊരു മീൻ കിട്ടും. അതിൻ്റെ വാ പൊളിച്ച് നോക്കുക, ഒരു സ്ഥാദ്യവും കാണും, ഒരു സ്വർണ്ണ നാണയം, അതെടുത്ത് എനിക്ക് നിനക്ക് വേണ്ടി കൊടുക്കുക. ദാറ്റ് മീൻസ് ഒരു മീൻ കടലിൽ കൂടി ഓടിയാൽ കർത്താവിന് അറിയാൻ പറ്റും. അപ്പോൾ ശിമയോൻ പറയണത്, ശിമയോനേക്കാൾ ഈ വിഷയത്തിൽ കർത്താവാണ് നല്ലത്. ശിമയോൻ 45 കൊല്ലം കടലിൽ പോയ ആളാണ്. ശിമയോൻ പറഞ്ഞത് അനുഭവജ്ഞാനമാണ്. കർത്താവ് അതിനേക്കാളും ഫിഷ് ഫൈൻഡറുള്ള ആളാണ്. ഇപ്പോൾ എല്ലാ ബോട്ടിനും വള്ളത്തിലൊക്കെ ഫിഷ് ഫൈൻഡർ ഉണ്ടല്ലോ. ഞാനും കടലിൽ പോയിട്ടുണ്ട്, ഫിഷ് ഫൈൻഡറുള്ള ബോട്ടിൻ്റെ കൂടെ പോയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ആ ബോട്ട് വെഞ്ചരിക്കുമ്പോൾ അതിന് ഫിഷ് ഫൈൻഡർ ഇരിക്കണ കാണുമ്പോൾ അതൊരു റെഡാറാണ്. ആ റെഡാർ ഇരിക്കണ കാണുമ്പോൾ എനിക്കൊരു ദിവസം കൗതുകം തോന്നിയിട്ട് ഞാൻ കൊച്ചി ഹാർബറിൽ നിന്ന് കടലിൽ പടിഞ്ഞോട്ട് പോയി. ബോട്ടിൽ ഈ ബോട്ടിൽ തന്നെ പോയി. അപ്പോൾ എനിക്കറിയേണ്ടത് അയില, ആഗോലി, ചമ്പൻ കുഞ്ഞ്, അതുപോലെ തന്നെ ചെമ്മീൻ പുലപ്പുകൾ വരണത് ഈ റെഡാറിൽ കാണാൻ പറ്റുമോ? അപ്പോഴെന്താണ് ഞാൻ എന്നിട്ട് സ്രാങ്കിൻ്റെ കൂടെ ഫിഷ് ഫൈൻഡർ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ നോക്കിക്കൊണ്ടിരിക്കണമെന്ന് അറിയാമോ? അയിലേക്ക് ഇപ്പോൾ വരും, നമ്മൾ TV കാണുന്ന പോലെയും അതുപോലെ ജിയോഗ്രഫി ചാനൽ കാണുന്ന പോലെ കയ്യിലേക്ക് ഒരു ആപ്പിട്ട വരാൻ. പക്ഷേ സ്രാങ്ക് ബോട്ടടിക്കാൻ പറഞ്ഞു. അതിൻ്റെ അകത്ത് മുഴുവൻ കിട്ടിയിരിക്കുന്നത് പൊടിമീനും കുറച്ച് ആഗോലിയും കുറച്ച് അയിലക്കുഞ്ഞും കുറച്ച് എല്ലാം കൂടി കിട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, സ്രാങ്ക് ഇതൊന്നും നമുക്ക് കണ്ടില്ലല്ലോ. കണ്ടച്ചാ? എന്താ കണ്ടത്? ഒരു അരിത്താവല് പോലെ ഒരു കുറേ കറുത്ത ഷെയ്ഡ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്രാങ്കിനറിയാം അത് റീഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്ത് മീനാണെന്ന് പോലും സ്രാങ്ക് പറയും.
നമുക്ക് ഞങ്ങൾക്ക് നോക്കുമ്പോൾ കുറച്ച് നിഴൽ പോണ പോലെ തോന്നത്തുള്ളൂ, കുഞ്ഞ് അരി ഇങ്ങനെ നീങ്ങണ പോലെ തോന്നത്തുള്ളൂ അതിനകത്ത്. പക്ഷേ അയാൾക്കറിയാം, ഫിഷ് ഫൈൻഡർ റഡാർ വെച്ച് ഒരു ഉപഗ്രഹം വെച്ചൊക്കെ ആൾക്കാർ ഇപ്പോൾ മീൻ പിടിക്കുന്നുണ്ട്. ഉപഗ്രഹം നമുക്ക് പറഞ്ഞു തരും എവിടെയാണ് മീൻ നിൽക്കണത്, എവിടെയാണ് ചുറക് നിൽക്കണത്, എവിടെയാണ് തിമിംഗലം നിൽക്കണമെന്ന്. പക്ഷേ ഇതൊന്നുമില്ലാഞ്ഞ കാലത്ത് കർത്താവ് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഒരു മീൻ നിനക്ക് കിട്ടും, അതിൻ്റെ വായിപ്പോലും കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു, അതിൻ്റെ അകത്ത് ഒരു സ്ഥാദിയോൻ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു, ഒരു സ്വർണ്ണ നാണയം ഇരിപ്പുണ്ടെന്ന്. അതാണ് ഈശോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മനുഷ്യനോട് എന്താ പറഞ്ഞത്? നീ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ചെയ്യാം, കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് ചെയ്യാമെന്നാണ് പറയണത്. കുറേ കാലത്തേക്ക് നമുക്ക് നമ്മുടെ ജീവിതം അങ്ങോട്ട് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഉടനെ ചെയ്യണം. നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്താണ്? ഉടമ്പടിയാണ്. ജീവിതം ക്രമീകരിക്കണം. എങ്ങനെ? കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണം. അതിന് ഈ കാലത്ത് ഉടമ്പടി അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. എന്താ കാര്യം? ഇത് മരിയൻ ഉടമ്പടിയാണ്. ആർക്കും വീട്ടിലിരുന്നുകൊണ്ട് അവൻ്റെ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാം. പക്ഷേ കൃപാസനത്തിലെ ഉടമ്പടി എന്താണ്? മരിയൻ ഉടമ്പടിയാണ്. എന്താണ്? അമ്മ 24 മണിക്കൂറും നീ എടുത്ത ഉടമ്പടിയുടെ കാവൽക്കാരിയാണ്. അത് നിറവേറണത് വരെ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും. അതാണ് ഈ വിഷയം. അപ്പോൾ നമുക്ക് കോൺക്രീറ്റായി അറിയാൻ പറ്റും, അമ്മ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്.